കവളങ്ങാട് സഹകരണ ബാങ്കിന്റെ നേര്യമംഗലത്തെ മൾട്ടി സർവീസ് സെന്ററിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്ന് പരാതിക്കാരായ ബാബു പോളും അനൂപ് തോമസും ആവശ്യപ്പെട്ടു. കോടികളുടെ അഴിമതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിലും ഇക്കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. 3 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് വിജിലൻസ് ലംഘിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെയും സർക്കാരിനെയും സമീപിക്കുമെന്നും ഇരുവരും വ്യക്തമാക്കി. കവളങ്ങാട് സഹകരണ ബാങ്കിന്റെ മൾട്ടി സർവീസ് സെന്റർ നേര്യമംഗലത്ത് നിർമ്മാണത്തിലിരിക്കെ തകർന്നു വീണിരുന്നു. മൾട്ടി സർവീസ് സെന്ററിന് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്നും നിർമ്മാണത്തിലെ അപാകതയാണ് തകർച്ചയ്ക്ക് കാരണമെന്നും കാണിച്ച് പൊതുപ്രവർത്തകനായ ബാബു പോളും അനൂപ് തോമസും അധികാരികൾക്ക് പരാതി നൽകിയിരുന്നു. അന്വേഷണം ഉണ്ടാകാതെ വന്നപ്പോൾ ഇരുവരും ഹൈക്കോടതിയെ സമീപിച്ചു. വിജിലൻസ് അന്വേഷിക്കണമെന്നും 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. എന്നാൽ 8 മാസമായിട്ടും വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കിയിട്ടില്ല. LDF സർക്കാരിന്റെ പിന്തുണയിലാണ് വിജിലൻസ് അന്വേഷണം വൈകിപ്പിച്ചതെന്ന് പരാതിക്കാർ പറയുന്നു. ഭരണം മാറിയ സാഹചര്യത്തിലാണ് വിജിലൻസ് അന്വേഷണം വേഗത്തിലാക്കണമെന്ന ആവശ്യം ഇവർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഹൈക്കോടതിയെയും സർക്കാരിനെയും സമീപിക്കുമെന്നും ബാബു പോൾ പറഞ്ഞു. ഞാൻ അന്ന് വിജിലൻസിനും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും കേരള സർക്കാരിനും രജിസ്ട്രാർക്കും സഹകരണ രജിസ്ട്രാർക്കും പോലീസ് മേധാവിക്കും ഒക്കെ പരാതി നൽകി. പക്ഷേ ആ പരാതി യാതൊരു കാരണവശാലും പിന്നെ അനങ്ങാതിരുന്നപ്പോൾ ഞാൻ വിജിലൻസുമായിട്ട് ബന്ധപ്പെട്ട് അവസാനം വിജിലൻസ് അത് 12/577/25 പരാതി ഫയൽ സ്വീകരിച്ചതായിട്ട് എന്നോട് പറഞ്ഞു. പിന്നെ ഞാൻ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കും, അവർ ഒരാഴ്ച ഞങ്ങൾ കഴിയുമെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് അവസാനം അത് ഞങ്ങളല്ല ചെയ്യേണ്ട, ജില്ലാ ഓഫീസിൽ നിന്ന് ആൾ വന്ന് എൻക്വയറി നടത്തേണ്ടിയിരുന്നു. അങ്ങനെ പറഞ്ഞ് സഹി കിട്ടി കഴിഞ്ഞപ്പോൾ 3-4 മാസത്തോളം നോക്കിയിരുന്നതിന് ശേഷം ഞാൻ അത് ഹൈക്കോടതിയിൽ ഈ വിജിലൻസ് അന്വേഷണം പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു റിട്ട് ഫയൽ ചെയ്തു. ആ റിട്ട് ഫയൽ ചെയ്തപ്പോൾ വിജിലൻസ് അവിടെ മറുപടി നൽകി 3 മാസത്തിനകം അന്വേഷണം പൂർത്തീകരിച്ചോളാം. പക്ഷേ 3 മാസം എന്നുള്ളത് ഇപ്പോൾ 8 മാസം കഴിഞ്ഞിട്ടും അന്വേഷണമൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. മൾട്ടി സർവീസ് സെന്റർ തകർന്നത് സംബന്ധിച്ച് സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ടെന്നും ബാബു പോൾ ചൂണ്ടിക്കാട്ടി. ഫണ്ട് ചെലവഴിച്ചതിലുൾപ്പെടെ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. അധികമായി നൽകിയിട്ടുള്ള പണം ഭരണസമിതി അംഗങ്ങളിൽ നിന്നും സെക്രട്ടറിയിൽ നിന്നും തിരിച്ചുപിടിക്കണമെന്നും അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിലുണ്ട്. സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനം സംബന്ധിച്ച് കുസാറ്റ് പരിശോധന നടത്തിയിരുന്നു. അപാകതകൾ ഏറെയുണ്ടെന്ന് കുസാറ്റിന്റെ റിപ്പോർട്ടിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ അവർ പറയുന്നത് 11.5 കോടി രൂപയ്ക്കാണ് 11.5 കോടി രൂപയ്ക്കാണ് ടെൻഡർ ഉറപ്പിച്ചത്. പക്ഷേ അത് അവർ കൊടുത്തത് 15.5 എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ 1.5 കോടി രൂപയുടെ വ്യത്യാസം വരാൻ പാകത്തിന് കൂട്ടിയാണ് അത് കൊടുത്തത്. ഏറ്റവും കുറഞ്ഞ ടെൻഡർ ഉറപ്പിക്കുകയും അത് എന്നിട്ട് അത് വലിയൊരു എമൗണ്ട് കൂട്ടിക്കൊടുക്കുകയും ചെയ്തു. അത് വളരെയധികം ക്രമക്കേടാണെന്നും ആ കൂട്ടിക്കൊടുത്ത തുക ബാങ്ക് ഭരണസമിതിയും സെക്രട്ടറിയും കൂടി ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കണമെന്നുമാണ് അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ബാങ്ക് തന്നെ കുസാറ്റിനെ കൊണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിനെ കൊണ്ട് അവിടുത്തെ എഞ്ചിനീയറിംഗ് വിങ്ങിനെ കൊണ്ട് അന്വേഷണം വെപ്പിച്ചപ്പോൾ അവർ അന്വേഷണത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു, വളരെ ക്രമക്കേട്, കട്ടകൾ അടക്കിയതിൽ മാതിരി ചുമ്മാ അടക്കി വെച്ചാണ് കെട്ടിടം പണിതത്. അതുകൊണ്ടാണ് അത് ഇടിഞ്ഞു ചാടിയത്. മണ്ണിന് ബലമില്ല, അവിടെ യാതൊരു പരിശോധനയും നടത്താണ്ട് ചുമ്മാ വെറും മണ്ണിലാണ് കെട്ടിടം പണിതത്. അതാണ് കെട്ടിടം ഇടിഞ്ഞു ചാടാൻ കാരണം. അതുകൊണ്ട് ഇതെല്ലാം പൊളിച്ചു മാറ്റി വീണ്ടും ഒന്നേന്ന് പുതിയതായിട്ട് ആരംഭിച്ച് നല്ല രീതിയിൽ സോയിൽ ടെസ്റ്റ് നടത്തി നല്ല രീതിയിൽ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയതിന് ശേഷം ഇത് ആരംഭിക്കണമെന്ന് കുസാറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. GTV ന്യൂസ് കോതമംഗലം.